ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ അടവി ബിരിയാണി ഹട്ടിൻ്റെ ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു. അത് പായസത്തിൻ്റെ 5 പേർക്കുള്ള നറുക്കെടുപ്പുണ്ടായിരുന്നു. അതിൽ 3 നമ്മൾ കഴിഞ്ഞു, ഇനി ഒരു 2 കൂടെ ഉണ്ട്. അത് നമുക്ക് ഉടനെ ചെയ്യാം. ഇപ്പോൾ വേറൊരു നറുക്കെടുപ്പാണ്, അതിൻ്റെ തന്നെ അടവി ബിരിയാണി ഹട്ടിൻ്റെ ഓണസദ്യയുടെ ഒരു നറുക്കെടുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1800 രൂപയ്ക്ക് വരുന്ന ഓണസദ്യ ഒരു പാഴ്സൽ. അത് അവിടെ പോയിരുന്ന് കഴിക്കാനാണെങ്കിൽ അങ്ങനെ നമുക്കൊരു 5 പേർക്ക് ഒന്നിച്ച് കഴിക്കാവുന്ന ഒരു ഒന്നിച്ചുള്ള ഓണസദ്യയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ്. അപ്പോൾ ആരെയാണ് നമുക്ക് നോക്കാം, ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിൻ്റെ തിരക്കിൽ ഞാൻ ആലപ്പുഴയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയാലോ. അപ്പോൾ അതേ പോവാണേ. കാണാമല്ലോ അല്ലേ? ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടേക്കാം. ഇതേ കണ്ടല്ലോ അല്ലേ? അപ്പോൾ 241 കമൻ്റ് ഉണ്ട്. അതിൽ നിന്നും ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആ ആളിന് നമ്മൾ ഓണസദ്യയാണ് അടവി ബിരിയാണി ഹട്ട് പറഞ്ഞിരിക്കുന്നത്, ചാങ്കൂർമുക്ക്. അപ്പോൾ ആ ഓണസദ്യ എന്ന് പറയുമ്പം ഒരു 5 പേർക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്ന ഓണസദ്യയാണ്. 1800 രൂപ വില വരുന്ന ഓണസദ്യയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഇതാ നോക്കാമേ, ആരാണോ ആ ഭാഗ്യശാലി. ശിവകുമാർ, കാണാമല്ലോ അല്ലേ? ശിവകുമാറാണേ. അപ്പോൾ ശിവകുമാറിനാണ് ഈ ഓണസദ്യ കിട്ടിയിരിക്കുന്നത്. അത് 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓണസദ്യയാണ്. അപ്പോൾ അത് പാഴ്സൽ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അച്ഛൻ അത് ചെയ്തു തരും, കുഴപ്പമില്ല. അപ്പോൾ അവിടെ പോയി കഴിക്കേണ്ടവർക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണസദ്യ 3 ദിവസമാണ്. നാളെ തുടങ്ങി, അതായത് 26, 27, 28. അപ്പോൾ 3 ദിവസത്തേക്കുള്ള ഓണസദ്യയാണ്. അപ്പം 3 ദിവസത്തിൽ ഏതെങ്കിലും ദിവസം ഈ ആൾ അവിടെ പോവുക, ഓണസദ്യ കഴിക്കുക. ആരെങ്കിലും ഓണസദ്യ കഴിക്കാനായിട്ട് ഇനിയും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അപ്പോൾ ശിവകുമാർ, അദ്ദേഹത്തിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒന്നുകൂടെ നറുക്കെടുക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പായസത്തിൻ്റെ ഒരു 2 പേരെ സെലക്ട് ചെയ്യാനുള്ള അത് നമുക്ക് ഉടനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ.